ഹായ്, ഇന്ന് നമുക്കൊരു നല്ല പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. ഇതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ ബിരിയാണി മസാലപ്പൊടിയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 20 ഗ്രാമ്പു, 15 കഷ്ണം പട്ട, 3 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ സാജീരകം, ഒരു തക്കോലം, 5 ഏലക്ക തൊലി കളഞ്ഞത്, 2 കഷ്ണം ജാതിക്ക. ഇതൊക്കെ നല്ലോണം ഒന്ന് കഴുകി ഉണക്കി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ബിരിയാണി മസാലപ്പൊടി. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ കൈമാരിയാണ് എടുത്തത്. 4 കപ്പ് കൈമാരിയാണ് എടുത്തത്. 4 കപ്പ് കൈമാരിക്ക് ഞാൻ എടുക്കുന്നത് 6 കപ്പ് വെള്ളമാണ്. ഞാൻ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം 4 കപ്പ് കൈമാരിക്ക് 6 കപ്പ് വെള്ളം ഒഴിക്കുക ആദ്യം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ അടുത്തത് നാരങ്ങ, ചെറുനാരങ്ങ ഒരു 1/2 കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നീരൊഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ, അതിൽ ഒരു 3 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ വേണ്ടത് നമ്മൾ നെയ്യ്, 4 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഫുൾ അതിൻ്റെ ഗ്യാസ് ഒക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് റൈസ് കിട്ടുക. ആദ്യം ചിലപ്പോൾ കുറച്ച് ഒട്ടുന്ന പോലെ തോന്നും, പക്ഷേ അത് ചൂടിത്തിരി കുറയുമ്പോഴേക്കും അത് ശരിയാവും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 തക്കാളി, 4 സവാള, ഒരു കൈപ്പിടി നിറയെ മല്ലിയിലെയും പുതിനയിലെയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും. ഞാൻ 1 കിലോ ചെമ്മീനാണ് ഇവിടെ എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാല പൊടിയിൽ നിന്ന് ഒരു 2 ടീസ്പൂണും ഇതിലേക്ക് ഇടുക. ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ബിരിയാണി പോട്ട് ഒന്ന് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മറങ്ങുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ സവാള ഇട്ടു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ മേലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു. എന്നിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ആ പച്ചമണം, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റുക. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റണേ. പിന്നെ നമ്മളെ ഉള്ളിൻ്റെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആവും, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഏകദേശം കളർ മാറിയപ്പം നമ്മൾ മല്ലിയിലെയും പുതിനയിലെയും ഇട്ടിട്ട് വീണ്ടും വഴറ്റാം. ഇതെല്ലാം ഒന്ന് വഴറ്റി നല്ല ഒരു മണമൊക്കെ വരുമ്പം അതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് അത് കുക്കാവുന്ന വരെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് അത് വേവുന്ന വരെ കുക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡിയായി. ഇനി ഒന്നുമില്ല, ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടുക. ഒരു ലെയർ ഫുള്ള റൈസ് ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തത്, അത് നെയ്യിലൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്തത് അതിൻ്റെ മേലെ ഒന്ന് വെതറുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയായി. താങ്ക് യു.